ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. സോ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരുന്ന പ്രോബ്ലംസ് എല്ലാം തന്നെ ഹൗ ടു ഫൈൻഡ് ദ ഇൻ്റഗ്രൽ കർവ് നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതായിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഫൈൻഡ് ദ ഇൻ്റഗ്രൽ കർവ് ഓഫ് ദ ഇക്വേഷൻ ഡി എക്സ് ബൈ എക്സ് ഇൻറ്റു വൈ മൈനസ് ഇസഡ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ വൈ ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ ഇസഡ് ഇൻറ്റു എക്സ് മൈനസ് വൈ. സോ ഡിനോമിനേറ്റേഴ്സ് ആണ് പി എന്നറിയാം. ഡി എക്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന ഡിനോമിനേറ്ററാണ് പി, ഡി വൈക്ക് കിടക്കുന്ന ഡിനോമിനേറ്ററിൽ കിടക്കുന്നതാണ് ക്യൂ, ആൻഡ് ഡി ഇസഡിന് ഡിനോമിനേറ്ററിൽ കിടക്കുന്നതാണ് ആർ. അപ്പോൾ നമുക്കതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് പി വൺ ക്യൂ വൺ ആർ വൺ. നമുക്കറിയാം പി വൺ പ്ലസ് ക്യൂ വൺ പ്ലസ് ആർ വൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. 0 കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതെന്താണ്, നമ്മുടെ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയാനായിട്ട് പറ്റും. നമ്മളിവിടെ എടുത്തേക്കുന്ന P1 ഇസ് ഈക്വൽ ടു 1 ആണ്, Q2 എന്ന് പറയുന്നത് 1 ആണ്, R1 1 ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നതാണ്. സോ ആക്ച്വലി ഇവിടുത്തെ ഫോം എങ്ങനെയായിരുന്നു? P1 dx പ്ലസ് Q1 dy പ്ലസ് R1 dz ഇതായിരുന്നു നമ്മുടെ ഫോം. ഓക്കെ, ഈ ഫോമിലാണ് എന്തെഴുതിയേക്കുന്നത്? നമ്മൾ ഈ ഇക്വേഷൻ എഴുതിയേക്കുന്നത്. ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് P1ഉം Q1ഉം R1ഉം എന്താണ്? 1 ആണ്. അതുകൊണ്ടിട്ടാണ് ഇവിടെ dx പ്ലസ് dy പ്ലസ് dz എന്ന് നടക്കുന്നത്. ഓക്കെ, ഇനി ഡിനോമിനേറ്റേഴ്സ് നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഈ എക്സിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇസഡിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ടേം വൈസ് എന്ത് ചെയ്യും? ഒരു ടേമിൻ്റെ പോസിറ്റീവ് ഉണ്ടെങ്കിൽ ആ ടേമിൻ്റെ തന്നെ നെഗറ്റീവ് അവിടെ ഉണ്ടാകും. സോ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് പോകും. ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഡിനോമിനേറ്റർ എന്താകും? 0 ആകും. നമുക്കറിയാം ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് ന്യൂമറേറ്റർ ഈക്വൽ ടു 0 എന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ന്യൂമറേറ്റർ ഈക്വൽ ടു 0 എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ അത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അതായത് ഇൻ്റഗ്രേറ്റ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രേറ്റ് ഡി വൈ പ്ലസ് ഇൻ്റഗ്രേറ്റ് ഡി ഇസഡ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, 0 ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് വൈ ഇസഡ് ഇതെന്താകും? കോൺസ്റ്റൻ്റ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു സേവ് എണ്ണം നമുക്ക് കിട്ടി. നമുക്കറിയാം എത്ര എണ്ണം? നമുക്ക് 2 എണ്ണം കണ്ടുപിടിക്കണം. 2 കോൺസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കണം. സോ P2നെ നമ്മൾ എങ്ങനെ എടുത്തു? നെക്സ്റ്റ് P2നെ 1/x എന്നെടുത്തു, 1/y എന്നെടുത്തു, 1/z എന്നെടുത്തു. സോ ഇതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ എക്സും ഈ എക്സും തമ്മിൽ ക്യാൻസൽ ചെയ്തു പോകും, ഈ വൈയും തമ്മിൽ ക്യാൻസൽ ചെയ്യും, ഇസഡ് ക്യാൻസൽ ചെയ്തു പോകും. അല്ലാത്ത ടേംസ് ഓൾറെഡി ക്യാൻസൽ ചെയ്യുമെന്ന് ഫസ്റ്റ് പ്രോബ്ലം വെച്ചിട്ട് നമുക്ക് മനസ്സിലായി. സോ നമുക്ക് അവസാനം എന്ത് കിട്ടി? ഇതും ക്യാൻസൽ ചെയ്ത് പോയി. സോ ഡിനോമിനേറ്റർ എന്ത് വന്നു? ഡിനോമിനേറ്റേഴ്സ് 0 വന്നു. 0 വന്നെങ്കിൽ നമുക്കറിയാം ന്യൂമറേറ്ററിനെ നമുക്ക് എന്തിനോട് ഇക്വേറ്റ് ചെയ്യാം? 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. ന്യൂമറേറ്റർ ഈക്വൽ ടു 0 എന്ന് എഴുതി. എന്നിട്ട് എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? log x പ്ലസ് log y പ്ലസ് log z ഈക്വൽ ടു log c2. അപ്പോൾ ലോഗിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? log ഓഫ് എക്സ് വൈ z ഇസ് ഈക്വൽ ടു log c2 എന്ന് എഴുതാൻ പറ്റും. ലോഗ് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എന്ത് കിട്ടും? എക്സ് വൈ z ഇസ് ഈക്വൽ ടു c2 എന്ന് കിട്ടും. ക്ലിയർ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകും. സോൾവ് dx by x square plus z square is equal to dy by minus xy is equal to dz by minus xz. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 2 എടുക്കുന്നു.
എന്നിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ പഠിച്ച മെത്തേഡാണ്. അതായത് ഒരുപോലെയുള്ള വേരിയബിൾസ് വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് വരുന്ന -xനെ നമ്മൾ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? dy/y is equal to dz/z എന്ന് കിട്ടി. ഇതെന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? log y is equal to log z plus log c. ഈ log zനെ ഈക്വൽ സൈൻ്റെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ log y minus log z equal to log c1. That is log of y by z is equal to log c1. ലോഗിനെ ഫംഗ്ഷൻ കളഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y by z is equal to c1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇനി നമ്മളിപ്പോൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡ്, അതായത് P1 Q1 R1ന് നമ്മൾ എന്തെങ്കിലും വേരിയബിൾസ് കൊടുത്തിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. 0 കിട്ടുകയാണെങ്കിൽ ഡിനോമിനേറ്റർ 0 കിട്ടിക്കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ഈക്വൽ ടു 0 എന്ന് എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പം നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന മെത്തേഡാണ്. അപ്പം അങ്ങനെ നമ്മൾ എന്തെടുത്തു? P1ന് x എന്നെടുത്തു, Q1ന് y എന്നെടുത്തു, R1ന് z എന്നെടുത്തു. എന്നിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ടോ? നോക്കിക്കേ. എക്സ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? xy സ്ക്വയർ xz സ്ക്വയർ മൈനസ് xy സ്ക്വയർ മൈനസ് z x സ്ക്വയർ. നമ്മൾ ക്യാൻസൽ ചെയ്ത് പോയില്ലേ? ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം? ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്റർ ഈക്വൽ ടു 0 എന്ന് എഴുതാനായിട്ട് പറ്റും അല്ലേ? സീറോ എന്ന് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് x² 2 + y² 2 + z² 2 = c എന്ന് കിട്ടും. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? x² + y² + z² എന്ന് പറയുന്നത് c എന്ന് എഴുതാനായിട്ട് പറ്റും. സോ അങ്ങനെ നമുക്ക് 2 കോൺസ്റ്റൻസ് കിട്ടി. ഓക്കെ. ഒരു പ്രോബ്ലത്തിൽ തന്നെ നമ്മൾ 2 മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് dx/x² × y³ - z³ dy/x² × z³ - x³ = dz/z² × x³ - y³. നമ്മൾ നോക്കുക, ഇവിടുത്തെ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു -y ഉണ്ട്, -zന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു z³ ഉണ്ട്, x³ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു -x³ ഉണ്ട്. സോ ബ്രാക്കറ്റിൻ്റെ അകത്ത് കിടക്കുന്ന എല്ലാം തന്നെ ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ. പക്ഷെ നമുക്കിവിടെ ഒരു x² ഉണ്ട്, ഇവിടെ ഒരു y² ഉണ്ട്, ഇവിടെ ഒരു z² ഉണ്ട്. സോ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകണം. അപ്പോഴാണ് ഈ അകത്ത് കിടക്കുന്ന സാധനം തമ്മിൽ മൾട്ടിപ്ലൈ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകുള്ളൂ, അല്ലാതെ നമുക്ക് പോകത്തില്ല. നമുക്ക് എന്ത് ചെയ്യാം? P1ന് ഒരു x² എന്ന് കൊടുക്കാം, 1/x² എന്ന് കൊടുക്കാം. Q1ന് എന്ത് കൊടുക്കാം? 1/x² കൊടുക്കാം. R1ന് 1/z² എന്ന് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ x² y² z² എല്ലാം കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. എന്നിട്ട് നമുക്ക് തന്നേക്കുന്ന ഇക്വേഷൻസ് അതുപോലെ എഴുതി, എന്നിട്ട് നമ്മൾ ഇതെങ്ങനെ എഴുതുന്ന? P1 dx + Q1 dy + R1 dz. എന്നിട്ട് നമ്മൾ അകത്ത് കിടക്കുന്ന ബ്രാക്കറ്റ്സിനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും? ഡിനോമിനേറ്റർ എല്ലാം ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഡിനോമിനേറ്റർ എന്തിനോട് ഈക്വൽ ആകും? 0ക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും.
സീറോക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ന്യൂമറേറ്റർ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഈ എക്സ് സ്ക്വയറിനെ 1/x² എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു -2 എന്ന് എഴുതാം. എക്സ് റേസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് റേസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1 ആണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫോർമുല. സോ നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം കോൺസ്റ്റൻറ്റിൻ്റെ ടേമിനെ മാത്രമായിട്ട് നിർത്തി ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതിനെ നമ്മൾ -നെ C1 എന്ന് വിളിച്ചു. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ആദ്യത്തെ പാരാമീറ്റർ നമുക്ക് കിട്ടി. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമ്മൾ രണ്ടാമത് ഒരു കോൺസ്റ്റൻറ്റും കൂടെ കണ്ടുപിടിക്കണം. സോ നമ്മൾ P2 2 എന്നും Q2 3 എന്നും R2 1 എന്നും എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 × 2 കൊടുക്കുമ്പോൾ 6 ആകും. അങ്ങനെ നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്: 6z - 2y + 3x - 6z + 2y - 3x എന്ന് കിട്ടും. സോ ഇതെന്ത്? 6xന് കറസ്പോണ്ടിങ് ആയിട്ട് -6x ഉണ്ട്, 6z ഉണ്ട്, -2yക്ക് കറസ്പോണ്ടായി 2y ഉണ്ട്. ഇങ്ങനെ എല്ലാ ടേംസും തന്നെ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ എന്താണെന്ന് കിട്ടും? ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമുക്കറിയാം ഡിനോമിനേറ്റർ 0 ആക്കി കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. എന്നിട്ട് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എഴുതും. നമുക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. സോ അങ്ങനെ നമുക്ക് 2 സൊല്യൂഷൻസ് ഉണ്ടാകും. നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് dx/y × x + y × az ഈക്വൽ ടു dy/x × x + y - az is equal to dz/z × x + y. ഓക്കെ, നമ്മൾ P1 Q1 R1 എന്തായിട്ടാണ് എടുത്തേക്കുന്നത്? P1 1 ആയിട്ട് എടുത്തു, Q1 1 ആയിട്ട് എടുത്തു, R1ന് 0 എന്നാണ് കൊടുത്തേക്കുന്നത്. സോ ഇവിടെ R1 ആണ് 0. സോ R × R1 ഈക്വൽ ടു എന്താകും? 0 ആകും. പക്ഷേ ഈ ടേമിന് പ്രത്യേകിച്ച് മാറ്റം സംഭവിക്കത്തില്ല. ആ ഇക്വേഷനിൽ വരുന്ന ഒരു ചെറിയ മാറ്റം മാത്രമാണ് സംഭവിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് dz ടേം ഇവിടെ ഇല്ല. കാര്യം ഇത് രണ്ടുമാണല്ലോ എടുക്കുന്നത്. കാര്യം R1 0 ആയതുകൊണ്ട് R1 × R 0 ആയി പോകും. സോ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? z ടേം പോയിട്ട് dx + dy/y + x × x + y എന്ന് കിട്ടും. ഇതിനെ നമ്മൾ എന്തിനോട് ഇക്വേറ്റ് ചെയ്യുന്നു? ഇതിനെ നമ്മൾ dz-നോട് ഇക്വേറ്റ് ചെയ്യുന്നു. dz-നോട് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു സ്ക്വയറിൻ്റെ ടേം ഉണ്ട്, ഇവിടെ അല്ലാതെ ഒരു ടേം ഉണ്ട്. സോ ആ സ്ക്വയറിൻ്റെ ടേം അതും കൂടി ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? dz/z is equal to dx + dy/x + y എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇവിടെ നമ്മളൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. സോ log z is equal to log of x + y + log c1. സോ log x + yനെ ഈക്വൽ സൈഡിൻ്റെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് ടേം ആയിട്ട് മാറും. സോ ലോഗ് മൈനസ് ടേം ആകുമ്പോൾ നമുക്ക് എന്തറിയാം? ഡിവിഷനാണ് വരുന്നതെന്നറിയാം. സോ ലോഗിൻ്റെ ടേം പോയി കഴിയുമ്പോൾ നമുക്ക് അവസാനം കിട്ടും x/x + y is equal to 0 എന്ന് കിട്ടും. ഇത്ര ഓക്കെ അല്ലേ? ഓക്കെ, എന്നിട്ട് നമ്മൾ P2 Q2 R2നെ എങ്ങനെ എഴുതുന്നത്? വീണ്ടും P2നെ x എന്നും Q2നെ -y എന്നും R2ന് 0 എന്നുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. സോ ഇവിടെയും നമുക്ക് എന്ത് വരത്തില്ല? R × R2 എന്ന് പറയുന്ന ടേം ഇല്ല. പക്ഷെ നമ്മൾ ഇത് സോൾവ് ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ dxഉം dyയും കൂടെ ആയിരിക്കും നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ നമ്മളത് എന്തിനോടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്? z-ൻ്റെ ടേമുമായിട്ടാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത്? ക്യാൻസലേഷൻ നമുക്ക് ആപ്ലിക്കബിൾ ആയിരിക്കും. കണ്ടോ? ക്യാൻസൽ ചെയ്ത് ഫുൾ ടേമാണ് ക്യാൻസൽ ചെയ്ത് പോകുന്നത്. അപ്പം എന്നിട്ട് ഇവിടെ ഒരു a മാത്രമായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. എനെ എന്ത് ചെയ്യുന്നു? നമ്മളിപ്പുറത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. a × dz is equal to x × dx
മൈനസ് വൈ ഇൻറ്റു ഡി വൈ എന്ന് എഴുതാൻ പറ്റും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഓവർ ഇൻ്റഗ്രൽ എ ഡി ഇസഡ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു ഡി എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി വൈ എന്ന് എഴുതാനായിട്ട് പറ്റും. നമുക്കറിയാം എ എന്താണ്? കോൺസ്റ്റൻ്റ് ടേം ആണ്. സോ കോൺസ്റ്റൻറ്റിനെ അങ്ങനെ തന്നെ ഇടുന്നു. ഡി ഇസഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇസഡ് എന്ന് കിട്ടും. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. മൈനസിൻ്റെ സൈൻ കൊടുത്തു വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ബൈ 2 പ്ലസ് c1-2. സോ 2നെ കോമൺ ആയിട്ട് നമ്മൾ എടുത്തിട്ട് ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് c1- എന്ന് കിട്ടും. സോ കോൺസ്റ്റൻറ്റ് ടേമിനെ മാത്രം നമുക്ക് നിർത്തിയിട്ട് ബാക്കിയെല്ലാം ലെഫ്റ്റിലേക്ക് എടുത്തു കഴിയുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് 2az ഇസ് ഇക്വൽ ടു c1 എന്ന് കിട്ടും. c1 എന്നല്ല c2 ആണ്. എഴുതിയതിൽ ചെറിയ മിസ്റ്റേക്ക് വന്നുകൊണ്ട് അങ്ങനെ വന്നതാണ്. ഇനി അതേ സെയിം പാറ്റേണിൽ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഡി ഇസഡ് ബൈ എക്സ് ഇൻറ്റു ഇസഡ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ വൈ ഇസഡ് മൈനസ് എക്സ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ 1 മൈനസ് ഇസഡ് സ്ക്വയർ. ഇവിടെ P1-ന് വൈ എന്നും Q1-ന് എക്സ് എന്നും R1-നും 0 എന്നും കൊടുക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇത് ആപ്ലിക്കബിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷൻ എന്താ? P1 dx plus Q1 dy plus R1 dz is equal to R1 dz by താഴത്ത് എന്താ വരുന്നത്? P1 plus Q1 plus R1 is equal to ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. സോ ഈ ടേം 0 ആണെങ്കിൽ ഈ ടേം ഈക്വൽ ടു 0 എന്ന് എഴുതാനായിട്ട് നമുക്ക് പറ്റും. സോ നമുക്ക് മനസ്സിലായി ഡിനോമിനേറ്ററിൽ ഈക്വൽ ടു 0 ആകും. സോ ന്യൂമറേറ്റർ ഈക്വൽ ടു 0 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ന്യൂമറേറ്റർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? നോക്കിക്കേ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. സോ നമുക്കതിനെ എങ്ങനെ എഴുതാം? അതിനെ നമുക്ക് ഡി ഓഫ് എക്സ് സെഡ് പ്ലസ് ഡി വൈ ഇസ് ഇക്വൽ ടു 0 എന്ന് എഴുതാം. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് സെഡ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു c1 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കറിയാം ഇതുപോലെ നമുക്ക് രണ്ടാമതൊരു ടേമും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. സോ രണ്ടാമത് നമ്മൾ എടുത്തേക്കുന്നത് എന്താണ്? സോ ഇവിടെ നമ്മൾ എന്താ എടുത്തേക്കുന്നത്? P1-ന് 0 ആയിട്ട് എടുത്തു, Q1-ന് z കൊടുത്തു, R1-ന് y എന്ന് കൊടുത്തു. എന്നിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തേക്കണം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്ന് നോക്കാം. ഇതെന്താ കിട്ടുന്നത്? വൈ ഇസഡ് സ്ക്വയർ മൈനസ് എക്സ് ഇസഡ് പ്ലസ് ഇവിടെ വൈ കൊടുത്തു കഴിയുമ്പോൾ എന്താ? ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു വൈ കൊടുത്തു കഴിയുമ്പോൾ വൈ മൈനസ് വൈ ഇസഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ എക്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യാണ്. എക്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? നമുക്ക് ഈ ടേമിനെ എങ്ങനെ എഴുതാം? അതായത് ഡി എക്സ് ബൈ എക്സ് സെഡ് മൈനസ് വൈ ഈക്വൽ ടു ഈ നമ്മൾ ഇസഡ് ഡി വൈ പ്ലസ് വൈ ഡി സെഡ് ഡിവൈഡഡ് ബൈ ഈ ടേമിനെ എങ്ങനെ എഴുതാം? ഒരു മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എക്സ് സെഡ് ബൈ വൈ എന്ന് തന്നെ എഴുതാമല്ലോ. അങ്ങനെയാണ് ഈ രണ്ട് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ. എന്നിട്ട് ഈ മൈനസിൻ്റെ ഈ ടേമിനെയാണ് ഇവിടെ ഈ മൈനസ് എന്ന് കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? എന്നിട്ട് നമ്മളിങ്ങനെ എഴുതിയിട്ട് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഡി ഓഫ് വൈ ഇസഡ് എന്ന് എഴുതാം. കാര്യം എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും.
ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. സോ അങ്ങനെ ഫസ്റ്റ് 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കുവാണ്. ആക്ച്വലി നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക, ഇതാണ് ഒരു മെത്തേഡ്. ഇനി നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. സോ താങ്ക് യു.